51 കലിതതനുലദേവേദമാകുന്ന ശാഖിക്കൊമ്പത്തൻപോടുപൂക്കും കുസുമതതിയിലേന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണടമ്പ പ്രസവന സുഹൃദോപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണ വലയാദീശ്വരി വിശ്വനാഥേ. അപ്പോൾ വെരി 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 ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. എല്ലാവരും രാവിലെ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റോണം, നടക്കാൻ പോയിക്കോണം, സ്വന്തം ആരോഗ്യം അവനവൻ തന്നെ നോക്കിക്കോണം, അത് നോക്കാൻ വേറെ ആരും വരില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടെ നമ്മൾ ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ നിൽക്കുന്നത് വൈപ്പിനിലാണ്. വൈപ്പിൻ നമ്മൾ ഫെറിയിലാണ് നിൽക്കുന്നത്. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം വൈപ്പിനും അപ്പുറത്ത് ഫെറി കടന്നു കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചിയുമാണ്. അതിമനോഹരമായ സ്ഥലമാണ്. നമ്മളിങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഈ കൊച്ചിയുടെ അടുത്ത പ്രദേശങ്ങളൊക്കെ എത്ര മനോഹരമാണെന്ന് കാണുക. അപ്പോൾ വീണ്ടും വീണ്ടും അതൊന്ന് ഓർമ്മിപ്പിക്കണമെന്ന് തോന്നി. കാരണം പലപ്പോഴും നമ്മൾ ഈ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ ഇതൊന്നും ആസ്വദിക്കാൻ സമയം കിട്ടാറില്ല. ഒരു യാത്ര പോകാനൊന്നും പലർക്കും സമയം കിട്ടാറില്ല. അപ്പോൾ ചെറിയ ചെറിയ യാത്രകൾ ചെയ്യുക, വരാൻ പറ്റിയൊരു സ്ഥലമാണിത്. ഇന്നത്തെ ദിവസത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിൽ നമ്മുടെ ദിലീപ് PC എന്നെ ഓർമ്മിപ്പിച്ച 2 പ്രത്യേകത. ഒന്നെന്ന് പറയുന്നത് ഇന്ന് പ്രകാശ ദിനമാണ്. 1960 ഇതേ ദിവസമാണ് ലേസർ ഓപ്പറേഷൻ ആദ്യമായിട്ട് നടത്തിയത്. അതിന്റെ ഓർമ്മയ്ക്കാണ്. അപ്പോൾ പ്രകാശവും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകൾ, അതിന്റെ വികസനം. 2, ഈ പ്രകാശം എങ്ങനെയാണ് നമ്മളുടെ സമാധാനത്തിന് വേണ്ടി, പ്രകാശം തന്നെ സമാധാനത്തിന്റെ ഒരു സിംബലാണ്. 2, സിക്കിം 1975 ഇതേ ദിവസമാണ് 22ാമത്തെ സംസ്ഥാനമായ സിക്കിം രൂപീകൃതമായത്. അപ്പോൾ ഇന്ന് ഒപ്പം തന്നെ ഇന്ന് ഡെങ്കിപ്പനി പ്രതിരോധ ദിനം കൂടിയാണ് ദേശീയ തലത്തിൽ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും അറിയാലോ, മൺസൂൺ വരികയാണ്, മഴ പെയ്തു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിനുള്ള പ്രതിരോധം, ഈ കൊതുകുകൾ പരക്കാതിരിക്കാനുള്ള പ്രതിരോധ നടപടികളൊക്കെ ഊർജിതമായി നടക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതെ, ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം തന്നെ നമുക്ക് കുറേ കൊതുകുകൾ വന്നിങ്ങനെ അരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൈയൊക്കെ മൂടുന്ന കുപ്പായാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. ഇടവം 2-ാം തീയതിയാണ് ഇന്ന്. 16-ാം തീയതിയാണ് മെയ് മാസം, വെള്ളിയാഴ്ച അല്ലെ, തെറ്റിപ്പോണ്ട എന്തായാലും. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് ആദ്യം പോകേണ്ടതായിട്ട് ഒരു വാർത്തയുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന 2 വിവരങ്ങൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ട് പോകാം. ഒന്ന്, വയനാട് 900 കണ്ടിയിലെ റിസോർട്ടിൽ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിലെന്ന വാർത്ത വരുന്നുണ്ട്. മാനേജർ സ്വച്ഛന്ത്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. രണ്ടാമത്തേത്, കണ്ണൂർ തളിപ്പറമ്പിൽ കോൺഗ്രസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം എന്ന വാർത്ത വരുന്നുണ്ട്. തളിപ്പറമ്പ് മണ്ഡലം വൈസ് പ്രസിഡന്റ് K ഇർഷാദിന്റെ വീടിന് നേരെയാണ് ഒരു സംഘം ആക്രമണം നടത്തിയത്. ജനൽ ചില്ലുകളും കാറും ബൈക്കും അടിച്ചു ചേർത്തിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ വാർത്തയിലേക്ക് കാളികാവിലേക്കാണ്. മലപ്പുറം കാളികാവിൽ ഇന്നലെ ഉണ്ടായ പ്രതിഷേധങ്ങളൊക്കെ കണ്ടതാണ് നമ്മൾ. ഇന്നിപ്പോൾ നരഭോജി കടുവയെ പിടികൂടാൻ വനവകുപ്പിന്റെ കൂടുകളും ക്യാമറകളും സ്ഥാപിച്ചത് ഇന്നലെ രാത്രിയോടെ സ്ഥാപിച്ചിരുന്നു. 50 ക്യാമറകളും 3 കൂടുകളുമാണ് സ്ഥാപിച്ചത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള 50 അംഗ സംഘം കാളികാവ് പാറശ്ശേരിയിൽ ഇപ്പോഴും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കടുവയെ കണ്ടെത്താൻ ഇന്ന് ഡ്രോണുകൾ പറത്തും. കടുവ ദൗത്യത്തിനുള്ള 2ാമത്തെ കുങ്കിയാനയും ഇന്നെത്തും. വിപിൻ C വിജയനാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഡ്രോണുകളുടെ സഹായത്തോടെയുള്ള നിരീക്ഷണം, ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്, കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, സ്മിത. ഈ പറഞ്ഞതുപോലെ തന്നെ ഗഫൂറിനെ കൊന്ന ആ കടുവയെ പിടികൂടുക എന്നുള്ള ദൗത്യം ഇതിനോടകം തന്നെ വനംവകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. പ്രദേശത്ത് ക്യാമറകളും 3 കൂടുകളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ആ ക്യാമറയിൽ കടുവ ഉൾപ്പെട്ടിട്ടുണ്ടോ, കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇന്ന് രാവിലെ പരിശോധിക്കും. ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കടുവയെ ആദ്യം ലൊക്കേറ്റ് ചെയ്യുക, കടുവ ഏത് പ്രദേശത്താണ്, അവിടേക്ക് എത്രത്തോളം അവിടെ എത്തി ഒരു മയക്കുവെടി വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്, അവിടുത്തെ ഭൂപ്രകൃതി എന്നിവ പരിശോധിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ടമുള്ളത്. ഇന്നലെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിരുന്നു. അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു ഭൂപ്രകൃതി എന്നുള്ളതാണ്. കാരണം തീർത്തും റബ്ബറും കാടാണ്, ചെങ്കുത്തായിട്ടുള്ള ഒരു കുന്നും മലയാണ്. അപ്പോൾ അവിടേക്ക് എത്തിപ്പെടണം, അവിടേക്ക് കുങ്കിയാനകൾ എത്രത്തോളം എത്തുമെന്നുള്ള ഒരു പരിശോധനയും രാവിലെ ഉണ്ടാവും. അതിനുശേഷമായിരിക്കും 2 കുങ്കിയാനകളുമായുള്ള ഒരു തിരച്ചിൽ ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. ഇപ്പോൾ മുത്തങ്ങിൽ നിന്നുള്ള ഒരു കുങ്കിയാന ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രമുഖ എന്ന പേരുള്ള മറ്റ് കുങ്കിയാന കൂടി എത്തും. അങ്ങനെ 2 കുങ്കിയാനകളുടെ സഹായമാണ് ഇന്ന് ഇപ്പോൾ ഈ രാവിലെ ഉണ്ടാവുക. ഡ്രോൺ പറത്തിയുള്ള ഒരു അന്വേഷണം കൂടി ആ പ്രദേശത്തേക്ക് ഉണ്ടാകും. കാരണം റബ്ബർ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അവിടെ ഡ്രോണിൻ്റെ സംഘം രാവിലെ എത്തും എന്നുള്ളത് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ഗഫൂറിൻ്റെ മൃതദേഹം ഇന്നലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം രാത്രിയോടുകൂടി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നു. അത് കല്ലാമൂല ജുമാ മസ്ജിദിൽ കബറടക്കി. മറ്റൊന്നുള്ളത് 14 ലക്ഷം രൂപയാണ് ഈ വീടിന് ആശ്രിതർക്ക് നഷ്ടപരിഹാരമായി സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതിലെ ആദ്യഘട്ടമായ 5 ലക്ഷം രൂപ ഇന്ന് കൈമാറും എന്നുള്ളത് കൂടി അറിയിച്ചിരിക്കുന്നു. അപ്പോൾ ഈ കടുവയെ എത്രയും വേഗം പിടികൂടണം എന്ന ഒരു ആവശ്യത്തിൻ്റെ പുറത്ത്
പുറത്തായിരുന്നു ഇന്നലെ. അത് DFI എഴുതി കൊടുത്തതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ ആ വലിയ പ്രതിഷേധമൊക്കെ അവസാനിച്ചത്. അപ്പോൾ അതിനെ എത്രയും വേഗം കൂട്ടിലാക്കുക, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച പിടികൂടുക എന്നുള്ളൊരു ആവശ്യം ജനങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ ജനരോഷം തണുക്കാൻ എത്രയും വേഗം ഈ കടുവയെ പിടികൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CCF അടക്കമുള്ള പ്രധാനപ്പെട്ട വനം വകുപ്പിന്റെ എല്ലാ ഉദ്യോഗസ്ഥരും ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ഇതിനെ പിടികൂടുന്നതുവരെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഇന്നലെ CCF പറഞ്ഞിരുന്നു. ആ ഒരു തരത്തിലുള്ള സജ്ജമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതിരാവിലെ മുതൽ തന്നെ ഇന്ന് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. ക്രിസ്റ്റീന. ശരി, വിപിൻ C. വിജയനാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. സ്മൃതി, ഇന്നലെ നമ്മൾ കേരളം ഉള്ളുലയ്ക്കുന്ന ഒരു അമ്മയുടെ ഒരു വാക്കുകൾ കേട്ടിരുന്നു അല്ലെ? മകൻ ബൈക്കിൽ വിട്ടു കഴിഞ്ഞാൽ പട്ടി കുറുകെ ചാടും എന്നുള്ളത് കൊണ്ട് മകനെ കാറിലായിരുന്നു. അത്രയും എന്താ പറയുന്നത്, നെഞ്ചോട് ചേർത്ത് സ്നേഹിച്ച ഒരു മകനെയാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ ആ വിഷയത്തിൽ ഇന്ന് CISF ഉദ്യോഗസ്ഥൻ മോഹന്റെ മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഐവിനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു. നാട്ടുകാരെത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഐവിൻ കാറിന് മുന്നിൽ നിന്നും വീഡിയോ പകർത്താൻ ശ്രമിച്ചു. ഇതാണ് പ്രകോപന കാരണം. പിന്നെയാണ് വാഹനം മുന്നോട്ടെടുത്തത്. ആദ്യം വാഹനം എടുത്തത് താനാണ്. ഇതിനുശേഷമാണ് വിനയ്കുമാർ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയത്. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലെത്തി പതിവ് പോലെ ജോലിക്ക് പോകാൻ ശ്രമിച്ചു. ഓഫീസിൽ ആരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അപ്പൊ ഇതാണ് അയാള് മോഹൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു, അതായത് പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനത്തിൽ നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എങ്ങനെയാണ് പലരുടെയും ജീവിതത്തിൽ ഇരുട്ടുണ്ടാക്കുന്നത്, അവരുടെ തന്നെയും ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മൾ ആ വാർത്തയുടെ തന്നെ പുതിയ തുടർ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിപ്പോ ഏറ്റവും പുതുതായിട്ട് വന്ന വിഷയമാണ്. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. ഉച്ചയ്ക്ക് 2:30 തുറവൂർ സെയിന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാരം. കേസിലെ 2ാം പ്രതിയായ മോഹനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 1ാം പ്രതി വിനയ്കുമാർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസന്വേഷണം ശരിയായ ദിശയിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്ന് തുറവൂർ പഞ്ചായത്ത് മെമ്പർ MP മാർട്ടിൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഏറ്റവും ക്രൂരവും മനുഷ്യത്വരഹിതവുമായ പ്രവൃത്തിയാണ് സംഭവിച്ചത്. ആവശ്യം വേണ്ട നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ അതിൻ്റെ ശക്തമായ നിലപാട് സ്വീകരിച്ച് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച തുറവൂർ ഭയങ്കര പ്രതിഷേധ യോഗം വയ്ക്കാൻ ആലോചിക്കുന്നുണ്ട്. ആ ഇത്തരം നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു അമ്മയുടെ കരച്ചിൽ കണ്ടതാണ്. കലി എന്ന് പറയുന്ന സിനിമയിൽ കണ്ടതുപോലെ പെട്ടെന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ എങ്ങനെയാണ് ഓരോരുത്തരുടെയും ജീവിതം മാറ്റിമറിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. ഇന്ന് ആ മകന്റെ സംസ്കാരം നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പരാതികളിലേക്ക് പോകുമെന്ന് കുടുംബം പറയുന്നുണ്ട്. ഒപ്പം ഇപ്പോൾ വിഷ്ണു പങ്കുവച്ച ചില വിവരങ്ങളുണ്ടല്ലോ, ഈ മോഹന്റെ മൊഴിയും പുറത്തു വന്നിട്ടുണ്ടല്ലോ. എല്ലാ വിശദാംശങ്ങളും ഒന്ന് പറയൂ. ക്രിസ്റ്റീന, ജീവനും സ്വത്തിനും ഒക്കെ സുരക്ഷ നൽകേണ്ട 2 ഉദ്യോഗസ്ഥരാണ് പെട്ടെന്നുള്ള പ്രകോപനത്താൽ ഒരു 25-കാരന് ജീവനെടുത്തത്. ജീവനെടുത്തതെന്ന് പറഞ്ഞാൽ അത് സാധാരണഗതിയിൽ ഒരു കൊലപാതകമല്ല, വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം. 1.5 കിലോമീറ്ററാണ് ആ ചെറുപ്പക്കാരനെ ആ വാഹനത്തിന്റെ ബോണറ്റിൽ ഇടിച്ചിട്ട് അവർ യാത്ര ചെയ്തത്. ആ ഐവിന്റെ ഒരു വശം പൂർണ്ണമായും ഒരഞ്ഞു തീർന്ന നിലയിലായിരുന്നു എന്നാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിലെ നാട്ടുകാർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ കൊലക്കുറ്റമടക്കം ചുമത്തിയാണ് 2 പേർക്കെതിരെയും കേസെടുത്തത്. അതിൽ ഒരാൾ, പ്രധാന പ്രതി എന്ന് കരുതുന്ന വിനയ്കുമാർ, ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. 2ാമത്തെ ആളെ ഇന്നലെ ഈ സെക്യൂരിറ്റി ഓഫീസിൽ നിന്ന് തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. ഇയാളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ അവിടെ ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുകയും താൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതിനിടയിലാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. മോഹന്റെ മൊഴി പുറത്തു വന്നത് ഐവിനെ മർദ്ദിച്ചിട്ടുണ്ട്, വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട തർക്കം തന്നെയാണ് ഇത്തരത്തിൽ അക്രമത്തിൽ കലാശിച്ചത്. തങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ വാഹനത്തിന് മുൻപിൽ തടഞ്ഞു നിർത്തി വീഡിയോ പകർത്താൻ ശ്രമിച്ചു. ഇതാണ് പ്രകോപന കാരണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിൽ പെട്ടെന്ന് വാഹനമെടുക്കുകയും ഐവിൻ ബോണറ്റിലേക്ക് വീഴുകയൊക്കെ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണമായി നിലവിൽ മോഹൻ നൽകിയിരിക്കുന്ന മൊഴി. വിനയ്കുമാറിന്റെ കൂടി മൊഴി വിശദമായി രേഖപ്പെടുത്തും. അതിനുശേഷമായിരിക്കും അയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിയിലേക്ക് കടക്കുക. കുടുംബം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് നീതി വേണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൃത്യമായ തെളിവുകൾ ഇതിനോടകം തന്നെ പോലീസ് സമാഹരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് CCTV അടക്കമുള്ള ആണ് കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകളായി മാറുക. ശാസ്ത്രീയ തെളിവുകൾ സമാഹരിക്കുന്നതിനുമായി ഫോറൻസിക്കും ഇന്നലെ അവിടെ പരിശോധന നടത്തിയിരുന്നു. ഇനി ഈ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളുടെ മൊഴി, അതോടൊപ്പം തന്നെ ഈ 2 ഉദ്യോഗസ്ഥരെയും പശ്ചാത്തലം എന്ത് എന്നുള്ളത് കൂടി പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് 2 മണിയോടുകൂടിയാണ് ഐവിന്റെ സംസ്കാരം നടക്കുന്നത്. തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങളും ഈ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെതിരെ നടത്തുന്നുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരിയിലെ CISF ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുന്നുണ്ട്. ഇന്നലെ DYFIയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി. അങ്ങനെ ഈ മർഡറിന്റെ ഒരു ബ്രൂട്ടാലിറ്റിയാണ് ഈ പ്രതിഷേധങ്ങൾക്കെല്ലാം കാരണം. അതോടൊപ്പം തന്നെ ഈ ഐവിൻ ജിജോ വളരെ സൗമ്യ
സൗമ്യ സ്വരൂപനായ ഒരാളായിരുന്നു, വളരെ ശാന്തത പുലർത്തുന്ന ഒരാളായിരുന്നു, ആരുമായ അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഒന്നും പോകാത്ത ഒരാളായിരുന്നു. ഇന്നലെ ഒരു വാഹനം പരസ്പരം, ആ വഴി വളരെ ചെറിയൊരു വഴിയാണ്, ആ രണ്ട് വണ്ടികൾക്ക് പോകാൻ ഇടമില്ലാത്തൊരു വഴിയാണ്, അവിടെ വെച്ചാണ് ഈ വാഹനങ്ങൾ തമ്മിൽ ചെറുതായൊന്ന് ഉരസുന്നത്. അതിന്റെ പ്രകോപനമായാണ് ഇവർ ചാടി പുറത്തിറങ്ങി ഇത്തരത്തിലുള്ള തർക്കത്തിലേക്കൊക്കെ പോകുന്നത്. ഇവരുടെ ലഹരി പരിശോധന അടക്കം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നു. അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും നടന്നത് അതിദാരുണമായ സംഭവമാണ്. സംസ്ഥാനം ഒന്നാകെ ഈ ഐവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിയോജനക്കുറിപ്പ് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്നു. കുടുംബത്തോടൊപ്പമാണ് എന്ന് സർക്കാരും ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കേസന്വേഷണം കുറച്ചുകൂടി ശക്തമാക്കി മുന്നോട്ട് പോകും. CISF ഉദ്യോഗസ്ഥർക്ക് എതിരെ CISFന്റെ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഇന്നലെയാണ് നിയമിച്ചത്. അന്വേഷണം നടത്തി ഇവരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിൽ കൂടുതൽ ഗൗരവമായ എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ തുടർ നടപടികൾ, ഒരുപക്ഷെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനുള്ള നടപടി അടക്കം സ്വീകരിക്കുമെന്നാണ് ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയത്. ഇന്ന് അല്പസമയത്തിനകം ആ പ്രതികളുടെ ബാക്കി നടപടികൾ, അതായത് കോടതിയിൽ ഹാജരാക്കുന്ന നടപടികളൊക്കെ രാവിലെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ക്രിസ്റ്റീന. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമ്മൾ സാധാരണ ഈ വർഷങ്ങളുടെ വൈരാഗ്യമൊക്കെ ഉള്ളവരെ കൊല ചെയ്യുക, ഉപദ്രവിക്കുക എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു പരിചയമില്ലാതെ പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിയെ പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ കൊല്ലുക എന്നൊക്കെ പറയാൻ നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. അപ്പോഴും ആ അമ്മ പറയുന്നത് കൈയും കാലും തല്ലി ഒടിച്ചെങ്കിലും സഹിക്കാമായിരുന്നു. നമ്മുടെയൊക്കെ കയ്യിലോ കാലിലോ ഒരു മുള്ളു കൊള്ളുന്നതോ പോറലോ ഒന്നും വരുന്നത് സഹിക്കാൻ പറ്റാത്ത അമ്മമാരാണ്. അപ്പോൾ അതുമാത്രമല്ല, വലിയ രീതിയിലുള്ള ധാർമ്മിക രോഷം നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിലൊക്കെ തന്നെ ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ നമ്മൾ കണ്ടുന്നുള്ളത്. എല്ലാ അമ്മമാരും മാത്രമല്ല, പൊതുവെ ഈ ഒരു വിഷയത്തിനോട് എല്ലാവരും ആ രീതിയിലാണ്, ഇവർക്ക് കടുത്ത ശിക്ഷ തന്നെ നൽകണം എന്നുള്ള രീതിയിൽ. കാരണം ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത് എന്നുള്ള ആശ്ചര്യവും ഒരു നടുക്കമൊക്കെയാണ് നമ്മൾ ഈ വാർത്തകൾ കേൾക്കുമ്പോഴുണ്ടാകുന്നത്. അപ്പോൾ ഈ കാറുകൾ തമ്മിൽ തട്ടി ഉരസിയുള്ള തർക്കമാണ് ഇത്തരത്തിലൊരു അതിക്രൂര കൊലപാതകത്തിൽ കലാശിച്ചത്. അപ്പോൾ ജോലിക്ക് പുറപ്പെട്ട ഐവിൻ കൊല ചെയ്യും മുൻപ് നേരിട്ടത് ഈ കൊലപ്പെടുത്തുന്നതിന് മുൻപ് ഈ 24 വയസ്സ് മാത്രമുള്ള പയ്യൻ നേരിട്ടത് കൊടിയ പീഡനങ്ങളാണ്. സമയം രാത്രി 10 മണി. ജോലി സ്ഥലത്തേക്ക് ഈ കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു ഐവിൻ. ഈ സ്ഥലത്ത് വച്ച് ഐവിന്റെ ഈ വാഹനത്തെ വിനയ് കുമാറും മോഹനനും സഞ്ചരിച്ച വാഹനം ഓവർടേക്ക് ചെയ്യുന്നു. ഈ ഓവർടേക്കിങ്ങിനിടയിൽ ഈ വിനയ് കുമാറിന്റെയും മോഹന്റെയും വാഹനം ഐവിന്റെ വാഹനത്തിന്റെ ഈ മിററിൽ ഒന്ന് തട്ടുന്നു. ഇതായിരുന്നു ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം. വാഹനങ്ങൾ തമ്മിൽ ഉരസിയതോടെ ഇരുവരും തമ്മിൽ തർക്കമാകുന്നു. ഈ തർക്കം വാഹനത്തിന് പുറത്തേക്കെത്തുന്നു. അത് വലിയ വാക്കേറ്റത്തിലും ഒടുവിൽ കയ്യാങ്കളിയിലും അവസാനിക്കുന്നു. ഐവിനെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു CISF ഉദ്യോഗസ്ഥർ. അതിനുവേണ്ടി തങ്ങളുടെ കാർ CISF ഉദ്യോഗസ്ഥർ ഈ വഴിയിലേക്ക് പിന്നോട്ടെടുക്കുന്നു. ഇവർ രക്ഷപ്പെടുന്നത് മനസ്സിലാക്കിയ ഐവിൻ കാറിന് മുന്നിൽ കയറി നിന്ന് ഇവരെ തടുക്കാൻ ശ്രമിക്കുന്നു. CISF ഉദ്യോഗസ്ഥരെ തടുക്കാൻ ശ്രമിച്ച ഐവിനെയും ബോണറ്റിലിരുത്തി ഇതുവഴിയാണ് ഈ വാഹനം ചീറിപ്പാഞ്ഞു പോയത്. ഐവിനുമായി ചീറിപ്പാഞ്ഞ വാഹനത്തെ ഈ ജംഗ്ഷനിൽ വെച്ച് ചില ആളുകൾ കാണുന്നു. അവർ തങ്ങളുടെ ബൈക്കിൽ ഈ വാഹനത്തെ പിന്തുടരുന്നു. ഇരുചക്ര വാഹനങ്ങൾ പിന്തുടർന്നതോടെ ഐവിനുമായി അതിവേഗത്തിലെത്തിയ CISF ഉദ്യോഗസ്ഥരുടെ വാഹനം ഇവിടെ വച്ച് സഡൻ ബ്രേക്ക് ഇടുന്നു. ഈ സഡൻ ബ്രേക്കിൽ ബോണറ്റിലുണ്ടായിരുന്ന ഐവിൻ റോഡിലേക്ക് തെറിച്ചു വീഴുന്നു. റോഡിൽ കിടന്ന ഐവിന്റെ ശരീരത്തിലൂടെ ഈ വാഹനം കയറി മുന്നോട്ടു പോകുന്നു. ഐവിന്റെ ശരീരത്തിലൂടെ മുന്നോട്ട് നീങ്ങിയ വാഹനത്തെ നാട്ടുകാർ തടയുന്നു. വാഹനത്തിലുണ്ടായിരുന്ന മോഹൻ ഓടി രക്ഷപ്പെടുന്നു. വിനയ് കുമാർ നാട്ടുകാരുടെ പിടിയിലാകുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഐവിനെ ആംബുലൻസിലും വിനയ് കുമാറിനെ പോലീസ് ജീപ്പിലും ആശുപത്രിയിലേക്ക് മാറ്റി.
ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഐവിനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. മൃഗീയമായ മർദ്ദനത്തിനാണ് ഐവിൻ ഇതിനിടയിൽ ഇരയായത്. വിനയ് കുമാറിന്റെ ഇടിയിൽ ഐവിന്റെ മൂക്കിന്റെ പാലം തകർന്നിരുന്നു. ചെറിയൊരു തർക്കത്തിന്റെ പേരിലാണ് ഐവിൻ എന്ന 24 വയസ്സുകാരനെ 2 CISF ഉദ്യോഗസ്ഥർ ചേർന്ന് മൃഗീയമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. ഐവിന്റെ മാതാവും പിതാവും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി ശക്തമായ നിയമ നടപടിയാണ്. ക്യാമറാമാൻ അനുവിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. അപ്പോൾ ആ ദൃശ്യങ്ങളും ആ വാക്കുകളും ഒക്കെ നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. ആ പാഠത്തിൽ നമ്മൾ ഉൾക്കൊള്ളാൻ, അതായത് നമ്മൾ ഉൾപ്പെടെയാണ് പറയുന്നത്, ചെറിയ ചെറിയ പ്രയോഗം. ഇനി നമ്മൾ പോകേണ്ട ആ വയനാട്ടിൽ സംഭവിച്ച ഇതിനെക്കുറിച്ചാണ്. വയനാട് 900 കണ്ടിയിലെ റിസോർട്ടിൽ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ റിസോർട്ട് മാനേജറും സൂപ്പർവൈസറും അറസ്റ്റിലായിട്ടുണ്ട്. മാനേജർ സ്വച്ഛന്ത്, സൂപ്പർവൈസർ അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. സുർജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. സുർജിത്, ഗുഡ് മോർണിംഗ്. സുർജിത്ത്, ഇന്നലെ ഈ സംഭവം ഉണ്ടാകുന്നു, അതിനുശേഷം ഇത് കൃത്യമായിട്ട് ഇതിന്റെ ഒരു ലൈസൻസ് പുതുക്കുക, ആ രീതിയിലുള്ള നടപടികളൊന്നും നടന്നിട്ടില്ല എന്നുള്ള ഒരു വിവരം എത്തിയിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തിരിക്കുന്നു ഇവർക്കെതിരെ, അല്ലേ? ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്തത്. മേപ്പാടി SHO ആയിട്ടുള്ള ജയപ്രകാശിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിലാണ് ഇപ്പോൾ അറസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്നലെ തന്നെ റിമാൻഡ് ചെയ്തത്. റിസോർട്ട് മാനേജറും സൂപ്പർവൈസറുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. മാനേജർ സ്വച്ഛന്ത്, സൂപ്പർവൈസറായിട്ടുള്ള അനുരാഗ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ആ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ഇരുവരെയും ഈ മാസം 28 വരെയാണ് റിമാൻഡ് ചെയ്തത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ 900 അവഞ്ചേഴ്സ് എന്ന് പറയുന്ന ഈ റിസോർട്ടിന് പ്രവർത്തനാനുമതി ഇല്ല എന്നുള്ളത് ഇന്നലെ തന്നെ പഞ്ചായത്ത് വ്യക്തമാക്കിയതാണ്. കാരണം 2 വർഷം മുമ്പ് ഇവരുടെ ലൈസൻസ് പുതുക്കിയിട്ടില്ല. 2 വർഷം മുമ്പ് വരെ മാത്രമേ ലൈസൻസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പോലീസ് നിലപാട് കടുപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇവിടേക്ക് വരുന്ന ആളുകളെ, അതിഥികളായി എത്തുന്ന ആളുകളെ കൃത്യമായ രീതിയിൽ തന്നെ അവരെ സംരക്ഷിക്കുന്ന ഉറപ്പ്, അത്തരത്തിലുള്ള ഉറപ്പ് നൽകാൻ ഇവർ തയ്യാറാകേണ്ടതായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഇതിന്റെ തൂണുകളടക്കം. അതായത് ഈ ടെന്റ് കെട്ടിയ, നിഷ്മ മരിക്കാനിടയായ ആ ഷെഡ് തകർന്ന, ആ ടെന്റ് കെട്ടിയ ഷെഡ് ജീർണാവസ്ഥയിലായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയത്. 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സുർജിത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു കോളറ മരണമെന്ന വാർത്ത മനീഷ് മഹിപാൽ അറിയിക്കുന്നുണ്ട്. കോളറ സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആലപ്പുഴ സ്വദേശി മരിച്ചു. തലവടി നീരേറ്റുപുറം പുത്തൻപറമ്പിൽ രഘു PG, 48 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് മരിച്ചത്. തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ മൃതദേഹം ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി എന്ന ഇത് വരുന്നുണ്ട്. അപ്പോൾ കോളറ, പല പകർച്ചവ്യാധികളും ഉണ്ടാകുന്ന ഒരു സമയമാണ്. കോളറ പലയിടത്തും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഴക്കാല പൂർവ്വ പ്രതിരോധ നടപടികളൊക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ അത് സർക്കാർ തലത്തിൽ മാത്രമല്ല, മറ്റ് തലങ്ങളിലും കൂടെ വേണം. മനീഷ്, വാർത്തയുടെ നമ്മൾ വളരെയേറെ ജാഗ്രതയോടെ ഇരിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈ വിവരങ്ങളുമായി നമ്മളോടൊപ്പം മനീഷ് മഹിപാൽ ചേരുന്നുണ്ട്. മനീഷ്, ഇതിപ്പോ കുറച്ച് ഗൗരവം ഉണ്ട്, ഗൗരവാവസ്ഥയിലാണ് എന്ന് അറിയാമായിരുന്നു. പക്ഷേ ഇത്തരത്തിലൊരു അവസ്ഥയ്ക്ക് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. വല്ലാതെ ഞെട്ടിക്കുന്നുണ്ട്. കോളറ ഒക്കെ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലാകുന്നു എന്നുള്ളൊരു വിവരമാണല്ലോ ഇതിനകത്ത് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ പറയും. ഈ രഘുവിന് 48 വയസ്സാണ്. രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന് കോളറ കൂടി സ്ഥിരീകരിച്ചതുകൂടി ഒരു സമയത്താണ് ആരോഗ്യനില അതീവ ഗുരുതരമായി മാറിയത്. പിന്നീട് തിരുവല്ല ബിലീവേഴ്സിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു ജീവൻ നിലനിർത്തി വന്നിരുന്നത്. എങ്ങനെയാണ് ഈ കോളറ വന്നത്? വീട്ടിലുണ്ടായിരുന്ന മറ്റ് ആളുകൾക്കും, മക്കൾക്കും ഭാര്യയ്ക്കും ഒന്നും നിലവിൽ പരിശോധിച്ചതിൽ നിന്നും കോളറ സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഈ സമീപത്തെ ജലാശയങ്ങളിൽ നിന്നും വീട്ടിലെ അവിടെ നിന്നും ജലമൊക്കെ തന്നെ സാമ്പിൾ ശേഖരിച്ചുകൊണ്ട് അതിൽ നടത്തിയ പരിശോധന ഒന്നും കോളറ എങ്ങനെയാണ് ഈ വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ഇദ്ദേഹം ഈ ഒരാഴ്ച മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പൂരത്തിനൊക്കെ പോയിരുന്നു. എറണാകുളത്ത് ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലും പോയിരുന്നു. എങ്ങനെയാണ് ഈ കോളറ വന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എടത്വ
ഈ തലവടിയിലാണ് ഈ സ്ഥലം, എടത്തുവയിലെ തലവടിയിലാണ് ഈ സ്ഥലം. അങ്ങനെ തലവടി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം പഞ്ചായത്തും ഉദ്യോഗസ്ഥരും കൂടെ ചേർന്ന് ഒരു യോഗമൊക്കെ ചേർന്ന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള പല നടപടികളും ആരംഭിച്ചിട്ടുണ്ടായി. ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ആരോഗ്യ നില വീണ്ടെടുക്കുന്നത് പുരോഗതിക്ക് വേണ്ടിയിട്ട് പല രീതിയിലുള്ള മെഡിക്കൽ കോളേജിൽ പല രീതിയിലുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി. പക്ഷേ അദ്ദേഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് ഈ മരണം ഉണ്ടാകാൻ കാരണം, പ്രതികൂലമായി ആരോഗ്യസ്ഥിതി ബാധിക്കാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിന്റെ വീട് തലവടി പഞ്ചായത്ത് 6-ാം വാർഡിൽ നീലേറ്റുപുറമാണ്. പുത്തൻപറമ്പിൽ രഘു PG 48 വയസ്സാണ്. അദ്ദേഹത്തിന് ഒരാഴ്ചയായി തീരെ അവശ നിലയിലായിരുന്നു. അങ്ങനെ 3 ദിവസങ്ങൾക്ക് മുൻപാണ് ഇത് ആരോഗ്യവകുപ്പ് ഇദ്ദേഹത്തിന്റെ പരിശോധനയിൽ നിന്നും കോളറയാണെന്നുള്ള സ്ഥിരീകരണം ഉണ്ടാകുന്നത്. 3 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. അങ്ങനെ ഇന്ന് പുലർച്ചെ 1:30 മരണം ഉണ്ടായതെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വരുന്നത്. കാരണം ഈ കോളറ മരണങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് ഇല്ലാതാക്കി എന്നുള്ള രീതിയിൽ ആശ്വസിച്ചിരിക്കുന്ന ഒരു കാലത്ത് കൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള മരണം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോഗ്യവകുപ്പ് കൂടുതൽ കരുതലോടെ, എനിക്ക് തോന്നുന്നു, കുറേയും കൂടി പ്രതിരോധ നടപടികളെല്ലാം ഊർജിതമാക്കേണ്ട സമയമാണ് അല്ലെ? ആരോഗ്യവകുപ്പ് മാത്രമല്ല, നമ്മൾ എപ്പോഴും ഈ സർക്കാർ തലം അല്ലെങ്കിൽ ഭരണ തലം എന്ന് പറയാറുണ്ട്. പക്ഷെ ജനങ്ങളുടെ, അതായത് നമ്മുടെ വ്യക്തി തലത്തിലും നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്, മുൻകരുതലുകൾ. നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, കരുതിക്കൂട്ടിയുള്ള മർദ്ദനം, അന്യായമായ തടങ്കലിൽ വെക്കൽ എന്നീ വകുപ്പുകളാണ് പോലീസ് ചാർത്തിയിരിക്കുന്നത്. ജൂനിയർ അഭിഭാഷക ശ്യാമിലിയെ ബോധപൂർവം ആക്രമിച്ചതല്ലെന്ന് അഡ്വക്കേറ്റ് ബെയിലിൻ മൊഴി നൽകിയിട്ടുണ്ട്. തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾക്കിടെയുണ്ടായ പ്രശ്നമാണെന്നും ഈ മൊഴിയിൽ പറയുന്നുണ്ട്. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അതെ, പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ബെയിലിൻ ദാസിന്റെ ഒരു വിശദീകരണം, അതുപോലെ കഴിഞ്ഞ ദിവസം വളരെ വികാരപരമായുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ പറയുന്നത് തൊഴിൽ സംബന്ധമായ തർക്കങ്ങൾക്കിടെ ഉണ്ടായ പ്രശ്നമാണെന്നാണ്. അത്രയും സിമ്പിളാണോ? മുൻപും ഇതേപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നൊക്കെയല്ലേ നമുക്ക് ലഭിക്കുന്ന അറിവ്? സ്മിത, ക്രിസ്റ്റീന, തീർച്ചയായും. കാരണം ഈ സംഭവത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് സർക്കാരും കാണുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിന് പിന്നാലെ തന്നെ ബെയിലിൻ ദാസിനെ ഇന്നലെ രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് ഈ ഒളിവ് സ്ഥലം മാറുന്നതിനിടെയാണ് തുമ്പ പോലീസ് ബെയിലിൻ ദാസിനെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് വഞ്ചിയൂർ പോലീസിന് കൈമാറുകയും വഞ്ചിയൂർ സ്റ്റേഷനിൽ എത്തിച്ച തിരുവനന്തപുരം DCPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഈ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച ബെയിലിൻ ദാസ് വൈകാരികപരമായാണ് ഈ പെരുമാറിയത്. മാത്രമല്ല, ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്, കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളൊരു പ്രതികരണം മാധ്യമപ്രവർത്തകരോട് ബെയിലിൻ ദാസ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ബോധപൂർവമായുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു മർദ്ദനമല്ല ഉണ്ടായത്, തൊഴിൽപരമായ ചില തർക്കങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ ഉണ്ടായ മർദ്ദനമാണ് എന്നുള്ള വിശദീകരണമാണ് അല്ലെങ്കിൽ മൊഴിയാണ് ബെയിലിൻ ദാസ് പോലീസിന് നൽകിയിരിക്കുന്നത്. ഈ വൈദ്യപരിശോധനയ്ക്ക് ശേഷം തിരികെ സ്റ്റേഷനിൽ എത്തിച്ചു. ഇന്ന് ബെയിലിൻ ദാസിനെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ബെയിലിൻ ദാസിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതാ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒപ്പം ദേഹോപദ്രവം ഏൽപ്പിക്കൽ, തടങ്കലിൽ വയ്ക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ബെയിലിൻ ദാസിനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തെ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ഗൗരവത്തോടുകൂടി കണ്ടിരുന്നു എന്നതിൻ്റെ തെളിവാണ്. മന്ത്രി P. രാജീവ് അടക്കം ഈ അഡ്വക്കേറ്റ് ശ്യാമിലിയെ സന്ദർശിക്കുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഈ കോടതിയിൽ രാവിലെയോടുകൂടി തന്നെ ബെയിലിൻ ദാസിനെ ഹാജരാക്കാനുള്ള നീക്കമാണ് വഞ്ചിയൂർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ക്രിസ്റ്റീന. ശരി, MG പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.